നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ ഇന്നത്തെ കഥ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ. എന്തായാലും വൈകുന്നേരം മുതൽ കൃത്യസമയത്ത് തന്നെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ. അങ്ങനെ ഇന്നത്തെ കഥയും നമ്മൾ കാണുന്ന കിരണും ചന്ദ്രസേനും രൂപയും കൂടെ സംസാരിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രസേനും കിരണിനോട് പറഞ്ഞു, മോനെ സൂക്ഷിക്കണം. ഒരു പക്ഷെ ഇതിപ്പോ ഒരു സ്വാഭാവിക മരണമാണോ അപകട മരണമാണോ എന്നറിയത്തില്ല ദിലീപിന്റെ അച്ഛന്റെ കാര്യം. ഇനി ഒരു പക്ഷെ കല്യാണം മുടക്കാനായിട്ട് ആ ഗംഗാപ്രസാദം മനഃപൂർവ്വം ചെയ്തതാണെന്ന് അറിയത്തില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ അവന്റെ അടുത്ത ടാർജറ്റ് എന്ന് പറഞ്ഞാൽ കാർത്തിയും കാർത്തിയുടെ അമ്മയുമായിരിക്കും. അപ്പൊ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. അതിനുശേഷം കടന്നു കളയാനായിരിക്കും അവന്റെ പ്ലാൻ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, അതെനിക്ക് അറിയാച്ചാ, പക്ഷെ ഇത് എങ്ങനത്തെ മരണോന്ന് അറിയത്തില്ല. ഡോക്ടേഴ്സ് ഒന്നും ഇതിനായിട്ടും കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയണം. മോനെ എന്നാലും സൂക്ഷിക്കണം, അവനാണോ ഇതിന്റെ പിന്നിൽ നിന്ന് അറിയത്തില്ല. ഇത് കേട്ടപ്പം കിരൺ പറഞ്ഞു, അങ്ങനെ ആവല്ലേ എന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കല്യാണം മുടങ്ങും. അല്ലെങ്കിൽ തന്നെ ദിലീപിന്റെ അമ്മയ്ക്ക് അത്ര താല്പര്യം ഇല്ലായിരുന്നു ഈ ബന്ധത്തിന്. പിന്നെ ദിലീപിന്റെ നിർബന്ധം മൂലമാണ് കാർത്തിയുടെ കഴുത്തി താലി അർത്താൻ സമ്മതിച്ചു പോലും. പക്ഷേങ്കിൽ ഇതിന്റെ പിന്നിൽ ഗംഗാപ്രസാദ് എന്നറിഞ്ഞാൽ അവർ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറത്തുള്ളൂ. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. അത് കേട്ടപ്പോൾ രൂപ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, ആ കൊച്ചിന്റെ ഒരു സമയം ദോഷം, അല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചു. മോനെ സൂക്ഷിച്ചും കണ്ട് മുന്നോട്ട് പോവാണെങ്കിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ അവനാണെങ്കിലുണ്ടല്ലോ സാരമില്ലച്ചാ, എന്ത് വേണമെന്ന് എനിക്ക് അറിയാന്ന് പറയണം. എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ സത്യങ്ങളൊക്കെ പുറത്തു വരുമല്ലോ. കാർത്തികയുടെ കാര്യം ഓർത്തിട്ട വിഷമം, കല്യാണം പോലും വേണ്ടെന്ന് പറഞ്ഞിരുന്ന പിന്നീട് ദിലീപായിട്ടുള്ള ബന്ധത്തിന് എല്ലാവരും കൂടെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയോ ചെയ്തേ. ഇനിയിപ്പോ ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ വേറൊരു കല്യാണത്തിന് ഒരിക്കലും സമ്മതിക്കുമെന്ന് തോന്നില്ല. പിന്നെ ഇതൊന്നും അറിയത്തില്ലാത്ത ഇപ്പൊ ഒരാളും കൂടെ ഉണ്ട് അവിടെ, അച്ഛനാണ് ഓഡിറ്റോറിയത്തില പാചകത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോയിരിക്കുക. അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല. അച്ഛനും കൂടെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും മിക്കവാറും അടുത്ത അറ്റാക്ക് ഉണ്ടാവും. പ്രകാശിന്റെ കാര്യത്തെക്കുറിച്ചാണ് പറയണത്. അത് കേട്ടപ്പോൾ ചന്ദ്രസേനൻ പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യുക, കല്യാണിയും കൂട്ടി എത്രയും പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ചെല്ല്. അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. ശരി അച്ഛാ, ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് കിരണം കൂടെ പോയി. ആ സമയത്ത് രൂപ പറഞ്ഞ്, കല്യാണം മുടങ്ങാതിരുന്നാൽ മതിയായിരുന്നു. കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പാമ്പ് പിടിച്ച കൊച്ച് അതെന്ത് പഴിച്ചു. ആശിച്ചു മോഹിച്ചിരുന്നിട്ട് കല്യാണം വന്നതല്ലേ. അത് കേട്ടപ്പോൾ ചന്ദ്രസേനൻ പറഞ്ഞു, നമുക്കൊന്നും പറയാൻ പറ്റില്ല രൂപേ, അവരുടെ മനോഗതി എന്താന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഇനിയിപ്പോൾ അവര് തീരുമാനിക്കണം ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് കാർത്തികയുടെ അരിയില് കല്യാണിയും കാദംബരിയും അമലും ഒക്കെ നിൽക്കുകയാണ്. ആ സമയത്താണ് ലക്ഷ്മിയമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു, മോളെ കിരൺ വിളിക്കുന്നുണ്ടെന്ന് പറയാണ്. പിന്നീട് ലക്ഷ്മിയമ്മ കാർത്തിയോട് ചോദിച്ചു, അല്ല മോളെ നീ ദിലീപിനെ വിളിച്ചായിരുന്നോ? വിളിച്ചിട്ട് എന്താവാനാ അമ്മേ? എനിക്കറിയത്തില്ല അവരെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന്. ദിലീപേന്റെ അമ്മയെ വിളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, വിളിക്കാതിരിക്കുന്നതായിരിക്കും ഇപ്പം നല്ലത്. ഒരു പക്ഷേ എങ്കിൽ കാർത്തിയേച്ചിയുടെ ദോഷം കൊണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അവര് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പിന്നീട് കല്യാണി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. ഈ സമയത്ത് അമലു പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ അവൻ ഇത്രയ്ക്ക് ദുഷ്ടനാന്ന് അറിയത്തുണ്ടായിരുന്നില്ല. അന്ന് അവൻ കാട്ടി വന്ന സമയത്ത് അവൻ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ കാട്ടുമൃഗങ്ങൾ പിടിച്ചാന്ന് ഓർക്കുണ്ടായിരുന്നുള്ളൂ പോലീസുകാരും ഫോറസ്റ്റുകാരും ഒക്കെ. അവൻ പിന്നെ ജീവനോടെ ഇവിടേക്ക് വരത്തില്ലായിരുന്നു. അത് കേട്ടപ്പോൾ കാദംബരി പറഞ്ഞു, അല്ല ഇതിപ്പോ സ്വാഭാവിക മരണമല്ലേ, അതൊന്നും പറയാൻ പറ്റില്ല ചേച്ചി. അവനെ ആ ഗംഗാപ്രസാദ് ഉണ്ടല്ലോ, തേനിനകത്ത് കൊടും വിഷം കലർത്തിയവനാ. അവനാണോ ഇതിന്റെ പിന്നിൽ നിന്ന് എനിക്കൊക്കെ സംശയമുണ്ട്. മിക്കവാറും അവനായിരിക്കും. അവനെ ഇങ്ങനത്തെയുള്ള പ്രവൃത്തികളൊക്കെ ചേർത്തുള്ളൂ. അങ്ങനെ ഇത് വെറുതെ ഒന്നും ഒരു മരണമായിരിക്കില്ല, അവൻ തന്നെയായിരിക്കും ഇതിന്റെ പിന്നിൽ ആ ഗംഗാപ്രസാദ് എന്ന് അമല് തറപ്പിച്ച് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം കാർത്തേക്ക് ഒന്നുകൂടെ സങ്കടമായി, ഭയങ്കര വിഷമമായി. ഇതേ സമയത്ത് കിരണും വേലുവിന്റെ രതീഷും കൂടെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും വേലു ചോദിച്ചു, അല്ല സാറേ ഇത് അവനായിരിക്കുമോ ചെയ്തിട്ടുണ്ടായിരിക്കുക, ആ ഗംഗാപ്രസാദ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ സംഭവം എന്ന് ചോദിച്ചു. കിരൺ പറഞ്ഞു, ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല, ഇതുവരെയായിട്ടും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലല്ലോ. എന്തെങ്കിലും അവൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇനിയിപ്പോ ഡോക്ടർമാർ പറയണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കല്യാണി അങ്ങോട്ട് വന്ന്, എന്താ കിരണേട്ടാന്ന് ചോദിച്ചു. നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അത് ഞാൻ അങ്ങോട്ടേക്ക് പറയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു കിരണേട്ടാന്ന് പറഞ്ഞു. പിന്നീട് കിരൺ പറഞ്ഞു, എന്താ ഏതാന്നും അറിയത്തില്ലല്ലോ അവിടെ, ഇതുവരെ ആയിട്ടും കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത കൈവന്നിട്ടില്ല. അപ്പോഴേക്കും കല്യാണി ചോദിച്ചു, അല്ലെ കിരണേട്ട ഇത് അവൻ തന്നെ ആയിരിക്കുമോ ചെയ്തിട്ടുണ്ടായിരിക്കുക, ആ ഗംഗാപ്രസാദ്? അതറിയില്ല കല്യാണി, ഡോക്ടർമാർ എന്തെങ്കിലും പറഞ്ഞാലേ അറിയാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അപ്പോഴേക്കും വേലു പറഞ്ഞു, അങ്ങനെ എന്തേലും ആണെങ്കിൽ അവനെ വെറുതെ വിടലെന്ന് പറയണം. ആ സമയം കിരൺ പറഞ്ഞു, അറിയാലോ ഇപ്പൊ എല്ലാവരുടെ ശ്രദ്ധ മാറിയിരിക്കുക എന്നുള്ള കാര്യം അവൻ നന്നായിട്ട് അറിയാം. അപ്പൊ ആ സമയത്ത് കാർത്തികയും ലക്ഷ്മിയമ്മയും തീർക്കാൻ ചിലപ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് വന്നെന്നിരിക്കും.
ദേ നിങ്ങളുടെ ഒരു കണ്ണ് എപ്പോഴും അവരുടെ മേലുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. വേലു പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റു. അവനെ ഒന്ന് കാണാൻ കാത്തിരിക്കുക ഞാൻ. അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ തീർക്കും കിരൺ സാറേ. സാർ ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോഴേക്കും കാർത്തി പറഞ്ഞു ഇനിയിപ്പോൾ ഈ കല്യാണം നടക്കുവോ? കല്യാണം നടക്കണമെങ്കിൽ ദിലീപ് വിചാരിക്കണം. ഇനിയിപ്പോൾ ഗംഗാപ്രസാദാണ് ഇങ്ങനെ ഒരു കൃത്യം നിർവഹിച്ചിരിക്കുന്നതെങ്കിൽ ദിലീപിന്റെ അമ്മയൊക്കെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇനിയിപ്പോൾ ദിലീപാണ് തീരുമാനം എടുക്കണ്ടേ. ദിലീപ് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എതിർത്തൊന്നും പറയാൻ പറ്റില്ല. കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അതിനെ അംഗീകരിക്കാനേ പറ്റുള്ളൂ. കാരണം അവരുടെ മാനസികാവസ്ഥ അത്രയ്ക്കുണ്ട്. നീ വരാൻ പറഞ്ഞുകൊണ്ട് കല്യാണം കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും രതീഷിനോട് വേലു വെച്ചു, അല്ല രതീഷേട്ടാ, ശരിക്കും ഇവിടെ അവൻ തന്നെ ആയിരിക്കോ കുറ്റം ചെയ്തിട്ടുണ്ടായിരിക്കുക? അറിയത്തില്ല, നോക്കാം എന്താ സംഭവിക്കുന്നുള്ളേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേലു പറഞ്ഞു അങ്ങനെ എന്തേലും ആണെങ്കിൽ അവനെ വെറുതെ വിടല്ല, നമുക്ക് അവനെ തീർത്ത് കളയണം. അവൻ ഇത്രയ്ക്ക് വലിയ ദുഷ്ടനാന്ന് നേരത്തെ അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു അവനെ നേരത്തെ തന്നെ അവിടെ വെച്ച് കാട്ടി വെച്ച് അവനെ തീർത്ത് കളഞ്ഞാനും. അവൻ കാരണം എത്ര പേരുടെ ജീവിതമാണ് താറുമാറായിക്കൊണ്ടിരിക്കുന്നത്, എത്ര പേരെ കണ്ണീര് കുടിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേലു ദേഷ്യപ്പെടുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കിരണും കല്യാണിയും ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അങ്ങനെ ദിലീപിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദിലീപ് പറഞ്ഞു ഇങ്ങനെയൊന്നും സംഭവിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കിരണെ. എത്ര സന്തോഷത്തിലായെന്നറിയാം ഇന്നലെ. അവിടുന്ന് വന്നതിന് ശേഷം വീട്ടിൽ നിന്ന് ഞങ്ങൾ പാർട്ടിക്ക് പോയി. പാർട്ടിയും കഴിഞ്ഞ് വന്ന സമയത്തും അച്ഛനും അമ്മയും കാത്തിരിക്കുമായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ വന്നതിന് ശേഷം അവർ ഉറങ്ങാൻ പോയത്. അച്ഛൻ വേറൊരു മുറിയിലാണ് കിടന്നത്. രാവിലെ അമ്മ ചായയായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അച്ഛന് ഉറക്കം ഉണരായിരുന്നേ. അപ്പൊ തന്നെ അവിടെ വെച്ച് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഇനി ഒരിക്കലും എൻ്റെ അച്ഛൻ ഉറക്കത്തിൽ നിന്ന് ഉണരില്ലെന്നുള്ള കാര്യം. സഹിക്കാൻ പറ്റുന്നില്ല കരണേ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു സാരമില്ല, അങ്ങനെ സമാധാനിപ്പിക്കാനല്ലേ പറ്റുള്ളൂ. അല്ല ഡോക്ടർ എന്തേലും പറഞ്ഞു എന്ന് ചോദിച്ചു. ഡോക്ടർക്ക് ചില സംശയങ്ങളുണ്ട്, അല്ലാതെ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. അല്ല കാർത്തിക എന്ത് പറയുന്നു? കാർത്തിക ഓക്കെ ആയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അതെങ്ങനെ ഓക്കെ ആവും? കാർത്തികേച്ചി പറയുന്നത് കാർത്തികേച്ചിയുടെ ജാതദോഷം കൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചെന്ന്. ദിലീപ് പറഞ്ഞു അതെങ്ങനെ ശരിയാവും? അതൊന്നും ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല, അതൊക്കെ വെറും കാർത്തികയുടെ തോന്നൽ മാത്രമാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്താലോ, ഡോക്ടർ ഒന്ന് കയറി കണ്ടാലോ? ഇപ്പൊ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ദിലീപ് പറഞ്ഞു ശരി കാണാം എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നീട് കിരണും ദിലീപും ഡോക്ടറെ കാണാനായിട്ട് ഡോക്ടറെ അടുത്തേക്ക് വന്നു. ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. ആ സമയം ഡോക്ടർ പറഞ്ഞു ഇത് അറ്റാക്ക് ആണെന്നങ്ങനെ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല, കാരണം മരണ കാരണം ഒരുപക്ഷെ കൊലപാതകമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരണും ദിലീപും കൂടെ പരസ്പരം നോക്കണം. പിന്നീട് ദിലീപ് പറഞ്ഞു അല്ല സാറേ, അല്ല ഡോക്ടറെ, അവിടെ പുറത്തൊന്നും ആരും കയറിയതായിട്ട് അറിയില്ല എന്ന് പറയണം. ചിലപ്പോൾ നിങ്ങളുടെ കണ്ണു വെട്ടിച്ച് ആരെങ്കിലും കേട്ടുണ്ടോ എന്ന് അറിയത്തില്ല. തലയാണോ മറ്റോ മുഖത്ത് അമർത്തി വെച്ച് കൊല ചെയ്തായിരിക്കാം, അതിനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന് പറയണം. അത് കേട്ടപ്പം കിരൺ ദിലീപിനോട് ചോദിച്ചു അല്ല അങ്ങനെ ആരെങ്കിലും വീട്ടിലേക്ക് പരിചയമില്ലാത്തവർ വന്ന് കയറിയായിരുന്നു? ഇല്ലായിരുന്നു പറയണം. ദിലീപിന് അങ്ങനെ ആരും ഓർമ്മയില്ല. ആ സമയം ഡോക്ടർ പറഞ്ഞു എന്താണെങ്കിലും ഇതൊക്കെ ചെയ്തെന്നല്ലേ അതിവിദഗ്ധമായിട്ടുള്ള ആളാണ് ഈ കാര്യം ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം വിശദമായിട്ട് അറിയില്ല, എന്നാലും ഒരു 90% ഇതൊരു കൊലപാതകം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. പിന്നെ അറിയാലോ ചിലപ്പോൾ നിങ്ങൾക്ക് ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു ഒരുത്തം കൊല്ലാനായിട്ട് നടക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ, ചിലപ്പോൾ അവൻ തന്നെ ആയിരിക്കും ഇതിന്റെ പിന്നില്. അപ്പോഴേക്കും ദിലീപ് പറഞ്ഞു അച്ഛനെതിരായിട്ട് ഒരു അസുഖമൊന്നുമില്ല, ഒരു നെഞ്ചുവേദന പോലും വന്നിട്ടില്ല. പിന്നെ പെട്ടെന്ന് എന്താ ഇങ്ങനെ? അതെ മരണം ആരും കണ്ടിട്ടില്ലോ, മരിക്കണ സമയത്ത് ആരും അടുത്തില്ലായിരുന്നല്ലോ. പിന്നെ നെഞ്ചുവേദന വന്നാണോ മരിച്ചതെന്നും പറയാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത് മിക്കവാറും ഇതൊരു കൊലപാതകമാകാനുള്ള ചാൻസ് ഉണ്ടെന്ന്. ഇനി കൂടുതൽ റിപ്പോർട്ട്സ് ഒക്കെ വന്നാലോ അറിയാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഡോക്ടറെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കല്യാണി ഫ്രണ്ട്സും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ദിലീപിന്റെ ഫ്രണ്ട്സൊക്കെ അവരോടൊക്കെ കാര്യങ്ങൾ പറയാണ് കിരൺ. കല്യാണി ഇതൊരു കൊലപാതകം ആവാനാ ചാൻസ് എന്നാ ഡോക്ടർ പറയണേ. കൊലപാതകം? അതെ, തലയണ മുഖത്ത് അമർത്തി വെച്ച് കൊല ചെയ്യപ്പെട്ടതായിരിക്കാം എന്നൊക്കെ പറയാണ്. ഇനിയിപ്പം ആ തലയണയൊക്കെ ആ വിരലടയാളങ്ങളൊക്കെ നോക്കിയാലായിട്ട് അറിയാം ഇനിയിപ്പം ആ മുറിക്കകത്ത് വേറെ ആരെങ്കിലും കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അതിനകത്ത് ഗംഗാപ്രസാദിന്റെ വിരലടയാളം പതിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കല്യാണിക്ക് വലിയ ഷോക്കായിരുന്നു. കല്യാണി പറഞ്ഞു കിരണേട്ടാ അങ്ങനെ എന്തേലും ആണെങ്കിൽ. അപ്പോഴേക്കും ദിലീപ് പറഞ്ഞു എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്, എന്നാലും അവൻ എങ്ങനെ അകത്ത് കയറിയെന്ന് എനിക്കറിയില്ലാത്തേ. കിരൺ പറഞ്ഞു അവനകത്ത് കയറാനായിട്ട് മിക്കവാറും 100 സാധ്യതകളുണ്ട്. അത് കേട്ടപ്പോൾ ദിലീപ് പറഞ്ഞു എങ്ങനെ അകത്ത് കയറും? അല്ല ആഹാരം കൊണ്ടുതരാനായിട്ട് ആൾക്കാർ വന്നില്ലേ, ചിലപ്പോൾ വഴിക്ക് വെച്ച് അവരൊരാളെ ഇടിച്ചിട്ടിട്ട് അവരുടെ വേഷത്തിൽ അങ്ങോട്ടേക്ക് വന്നാൽ മതിയല്ലോ, നിങ്ങളോട്ട് അറിയാനും പോകുന്നില്ല. അത് ശരിയാ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ കുറച്ചുകൂടെ ജാഗരൂകനാകണമായിരുന്നു, കാരണം ഈ ആഘോഷമൊക്കെ ഇതിന് കുറച്ച് വെച്ചിട്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പൊ എനിക്കാണ് ഇവിടെ തെറ്റുപറ്റി പോയെന്ന് പറഞ്ഞു. പിന്നീട് കിരൺ പറഞ്ഞു വിഷമിക്കേണ്ട, ഒരു കാര്യം ചെയ്യാം, ഞാൻ ദിലീപിന്റെ വീട്ടിലേക്ക് ചെല്ലാം. കല്യാണി പറഞ്ഞു ദിലീപന്റെ അമ്മയ്ക്ക്
നല്ല ദേഷ്യം ഉണ്ടായിരിക്കും ഞങ്ങളോട്. എന്നാലും ഞങ്ങൾക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അങ്ങനെ അവിടെ ചെന്ന് കല്യാണി ദിലീപിന്റെ അമ്മയോട് സംസാരിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ചേച്ചിമാരൊക്കെ അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ദിലീപിന്റെ അമ്മയുടെ അടുത്ത്. ദിലീപിന്റെ അമ്മ പറഞ്ഞു, എന്നാലും എന്റെ കൊച്ചെ, നീയൊക്കെ എന്തിനാ ഞങ്ങളോട് ഈ ചതി ചെയ്തേ? ഉം, അന്നേ ഈ ബന്ധത്തിന് എനിക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു പ്രശ്നമില്ലായിരുന്ന മനുഷ്യനാ. എന്റെ ബാസുവേട്ടൻ ഒരു നെഞ്ചുവേദന പോലും വന്നിട്ടില്ല. എന്നിട്ടല്ലേ ബാസുവേട്ടൻ മരിച്ചത്. ഈ കല്യാണം ദൈവമായിട്ട് തന്നെ മുടക്കി. ആദ്യമേ തന്നെ വേണ്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു. ഉം, ഒരു കാര്യം ചെയ്യണം, എങ്ങനെയെങ്കിലും അവനോട് പറഞ്ഞിട്ട് ഈ ബന്ധത്തിൽ നിന്നൊന്ന് ഒഴിവാകാനായിട്ട് പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, കാർത്തേച്ച് പലവട്ടം ദിലീപേട്ടനോട് പറഞ്ഞ ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന്. പക്ഷെ ദിലീപേട്ടനെ സമ്മതിക്കാതിരുന്നേ. ഉം, കൊച്ചെ, പോയത് ഞങ്ങൾക്കാ. ഇനി എനിക്ക് എന്റെ മോനെയും കൂടെ നഷ്ടപ്പെടുത്താൻ വയ്യ. അവനും കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ ഇരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അലമുറയിട്ട് കരയുവാണ്. ഒടുവിൽ കല്യാണി പറഞ്ഞു, കിരണേട്ടൻ പുറത്തുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രേണുവിന്റെ അടുത്തുണ്ടായിരുന്ന ചേച്ചിമാർ പറഞ്ഞു, ഒരു കാരണവശാലും ഇത് രേണു, ഇനി നീ ഈ ബന്ധത്തിന് സമ്മതിക്കരുത്. ഈ ബന്ധം ഇവിടം കൊണ്ട് തന്നെ അവസാനിപ്പിച്ചോണം. അല്ലെങ്കിൽ ഇനിയും നിനക്ക് ഇതിന്റെ പേരിൽ കുറെ ദുരന്തങ്ങൾ അനുഭവിക്കാണ്ട് ആയിട്ട് വരും എന്നൊക്കെ പറയാണ്. അത് കേട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഇരുന്ന് കരയാനോ രേണുവിന് പറ്റുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.